രാജ്യത്ത് ബി.ജെ.പിയുടെ വളർച്ചയുടെ തുടക്കം 1990-ലെ രഥയാത്രയിൽ നിന്നാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച എൽ.കെ. അദ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു ആ രഥയാത്ര. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്രയ്ക്ക് അന്ന് തുടക്കമായത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ആ സംഭവത്തിന്റെ വേരുകളാണ് ഇന്ന് നമ്മൾ തേടുന്നത്. 1990-കളുടെ തുടക്കം. ബൊഫോഴ്സ് അഴിമതി ആരോപണത്തിൽ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും കാലിടറിയ 89-ന് ശേഷമുള്ള കാലം. പ്രതിപക്ഷമായ ദേശീയ മുന്നണിക്കായിരുന്നു ഭൂരിപക്ഷം. പ്രധാനമന്ത്രി വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന പഴയ കോൺഗ്രസുകാരൻ. ബി.ജെ.പിയും ഇടതു പാർട്ടികളും സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചു. സർക്കാർ നിയമനങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം ഏർപ്പെടുത്താൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് വി.പി. സിംഗ് പ്രഖ്യാപിച്ചു. डॉक्टर भीमराव अंबेडकर किस न्याय वर्ष में एक फैसला हाल में सरकार ने लिया कि पिछड़े वर्ग को हम सरकारी नौकरियों में और पब्लिक सेक्टर में स्थान दें. सत्ता के इस ढांचे में देश की चलाने और संवारने में उसके फैसला करने में हम हिस्सेदारी देने चाहते हैं और मजबूती से देना चाहते हैं. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ബി.ജെ.പി ശ്രമം തടയാനാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി.പി. സിംഗ് സർക്കാർ പൊടി തട്ടിയെടുത്തതെന്ന് പലരും വ്യാഖ്യാനിച്ചു. ഉത്തരേന്ത്യയിൽ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം കത്തിപ്പടർന്നു. ഇതിനിടെ ബി.ജെ.പി രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ഇറങ്ങി. ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് ആരംഭിച്ച് 10 സംസ്ഥാനങ്ങളിലൂടെ 10,000 കിലോമീറ്റർ സഞ്ചരിച്ച് അയോധ്യയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു രഥയാത്ര. 1990 സെപ്റ്റംബർ 25-ന് യാത്രയ്ക്ക് തുടക്കമായി. ടൊയോട്ട ലോറിയെ രഥമാക്കി മാറ്റിയ ആശയത്തിന് പിന്നിൽ അന്തരിച്ച ബി.ജെ.പി നേതാവ് പ്രമോദ് മഹാജനായിരുന്നു. പ്രമോദ് മഹാജനും നരേന്ദ്രമോദിയും അദ്വാനിയുടെ ഇടം വലം നിന്ന് യാത്ര തുടങ്ങി. ലതാ മങ്കേഷ്കറിന്റെ ഭജൻ രഥത്തിലെ ഉച്ചഭാഷണിയിൽ ആവർത്തിച്ചു. ദിവസം 300 കിലോമീറ്റർ രഥം താണ്ടി. ദിവസം 6 റാലികളെ എൽ.കെ. അദ്വാനി അഭിസംബോധന ചെയ്തു. രഥമുരണ്ട വഴികളിൽ പലയിടത്തും വർഗീയ കലാപം നടന്നു. 564 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ബീഹാറിൽ ലാലു പ്രസാദ് യാദവും ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവുമായിരുന്നു മുഖ്യമന്ത്രിമാർ. ഇരുവരും ബി.ജെ.പി നീക്കത്തോട് എതിർപ്പുള്ളവർ. യാത്ര തുടർന്നാൽ എൽ.കെ. അദ്വാനിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിച്ചു. अपील करना चाहता हूं, अपनी यात्रा को स्थगित कर दें. स्थगित करके वो दिल्ली वापस चले जाएं. देश हित में अगर इंसान ही नहीं रहेगा, इंसान नहीं रहेगा, तो मंदिर में घंटी कौन बजाएगा या कौन बजाएगा? जब इंसानियत पर खतरा हो, इंसान नहीं रहेगा तो मस्जिद में इबादत कौन देने जाएगा? 24 घंटा मैं निगाह रखा हूं. हमने अपने शासन के अपने तरफ से पूरा उनकी सुरक्षा का भी व्यवस्था किया. लेकिन दूसरे तरफ हमारे सामने सवाल है, अगर एक नेता और एक प्रधानमंत्री का जितना जान का कीमत है, उतना आम इंसान का जान का भी कीमत है. हम अपने राज्य में मतलब दंगा फसाद को फैलने नहीं देंगे. ലാലു പ്രസാദ് യാദവിന്റെ മുന്നറിയിപ്പ് ബി.ജെ.പിയും എൽ.കെ. അദ്വാനിയും തള്ളി. രഥയാത്ര മുന്നോട്ട് പോയി. लोग कहते हैं कि आप अदालत का फैसला क्यों नहीं मानते? अदालत क्या इस बात का फैसला करेगी कि यहाँ पर राम का जन्म हुआ था कि नहीं हुआ था? आपसे तो इतनी आशा है, बीच में मत पड़ो, रास्ते में मत आओ, क्योंकि ये जो रथ है लोक रथ है, जनता का रथ है, जो सोमनाथ से चला है और जिसने मन में संकल्प किया हुआ है कि 30 अक्टूबर को वहां पर पहुंच करके कार सेवा करेंगे और मंदिर वहीं बनाएंगे, उसको कौन रोकेगा? कौन सी सरकार रोकने वाली? പിന്നാലെ ലാലു പ്രസാദ് യാദവ് മുന്നറിയിപ്പ് നടപ്പാക്കി. 1990 ഒക്ടോബർ 30-ന് സമസ്തിപൂരിൽ വെച്ച് എൽ.കെ. അദ്വാനിയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അയോധ്യ പ്രക്ഷോഭത്തിൽ നിന്ന് ബി.ജെ.പി പിന്നോട്ടു പോയില്ല. കർസേവ നടന്നു. ഹിന്ദു വികാരത്തിലൂന്നി ബി.ജെ.പിയുടെ ഗ്രാഫ് മേലോട്ടുയർന്നു. 1980-ൽ ബി.ജെ.പി രൂപീകരിച്ച ശേഷം 84-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടിയത് വെറും 2 സീറ്റ്. എ.ബി. വാജ്പേയി തോറ്റു. 89-ൽ ബി.ജെ.പിക്ക് 86 സീറ്റുണ്ടായിരുന്നു. 91-ൽ സീറ്റ് 120ആയി. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് സീറ്റുകൾ കൂടി. 2 തവണ എ.ബി. വാജ്പേയിയും 2 തവണ നരേന്ദ്രമോദിയും ബി.ജെ.പിക്ക് ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിമാരായി. ഈ യാത്രയിൽ ബി.ജെ.പിയുടെ നിർണായക രഥമായിരുന്നു 1990-ലേത്. ഇലക്ഷൻ ഡെസ്ക് 24.